അല്ലെങ്കിൽ സെൻട്രൽ ഹൗസിലേക്ക് സ്വാഗതം. നമ്മുടെ വീട് നമ്മുടെ ചെന്നൈയിലുള്ള മറീന ബീച്ചിൻ്റെ അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. ഇവിടം വരെ വരുന്ന വീഡിയോസിൻ്റെ കാഴ്ചകൾ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ സീരീസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗവൺമെൻറ് എസ്റ്റേറ്റ് മെട്രോയിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ഓട്ടോ പിടിച്ചിട്ടാണ് നമ്മൾ മറീന ബീച്ചിൻ്റെ അങ്ങോട്ട് പോകുന്നത്. ഏതാണ്ട് ഒരു 30 രൂപ ആ റേഞ്ചൊക്കെ കാണുള്ളൂ നമ്മൾ മറീന ബീച്ചിലേക്ക് എത്താനായിട്ട്. ഏതാണ്ട് ഒരു 5 മിനിറ്റ് അതിനത്രയുള്ള ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. 1 കിലോമീറ്ററിനകത്താണേ ഉള്ളൂ നമുക്ക് ഇവിടെ നിന്ന് അവിടം വരെ എത്താനുള്ള ഡിസ്റ്റൻസ്. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ഇവിടെ നിന്ന് 2 സൈഡിൽ നിന്ന് കുറേ കാഴ്ചകളൊക്കെ കാണാം. ചെന്നൈയിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം വരുന്നത് നമ്മുടെ ഈ മറീന ബീച്ചും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് ഇതേപോലെ ചിദംബരം സ്റ്റേഡിയം ഒക്കെ കാണാം. നമ്മുടെ IPL ഒക്കെ നടക്കുന്ന സ്റ്റേഡിയമാണ്. പിന്നെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റൊക്കെ നമ്മുടെ ചെന്നൈയിലെ ഈ ചിദംബരം സ്റ്റേഡിയത്തിലൊക്കെ ഇഷ്ടംപോലെ പ്രാവശ്യം നടന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കാഴ്ചയൊക്കെ കണ്ട് നമുക്ക് ഇവിടെ നിന്ന് നേരെ നമുക്ക് ചെന്നൈയിലെ മറീന ബീച്ചിന് അങ്ങോട്ടേക്ക് പോകാം. ഇതിന് നമ്മൾ കുറച്ചുകൂടെ മുമ്പിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇതേപോലെ ഫോട്ടോ പോയിൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാവുന്നതാണ്. ഈ ചെന്നൈയിൽ ഇത് എഴുതിയിരിക്കുന്നതിന് തൊട്ട് സൈഡിൽ നിന്ന് നമുക്ക് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ചെന്നൈയിലുള്ള മറീന ബീച്ചിൻ്റെ അകത്തേക്ക് കയറാൻ നേരത്ത് നമ്മൾ ആദ്യം കാണുന്ന ഇങ്ങനത്തെ ഒരു കാഴ്ചയാണ്. നമ്മൾ ഈവനിങ് ടൈമിലൊക്കെ വരികയാണെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് നല്ല ആളായിരിക്കും. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ഇവിടെ ജ്വല്ലറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പേരൊക്കെ ഇതിൽ ശംഖിലൊക്കെ കൊത്തി വെച്ച് അവർ തരുന്നതായിരിക്കും. ലൈവായിട്ട് അവർ ചെയ്തു തരും. നമ്മുടെ കന്യാകുമാരിയിലൊക്കെ ഉള്ള പോലത്തെ ഒരു കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ രാവിലെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ നിന്ന് സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിക്കാം. ഈവനിങ് ടൈമിൽ ഇവിടെ ഇഷ്ടംപോലെ ഫുഡ് ഐറ്റംസൊക്കെ അവൈലബിൾ ആയിരിക്കും. പിന്നെ ഞാൻ ഇവിടെ വന്നത് മോർണിംഗ് 8-8:30 ആ സമയത്തൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഷോപ്സൊക്കെ ഓപ്പണിംഗ് ആവണതേ ഉള്ളൂ. അതുമാത്രമല്ല തറയിലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ തലേ ദിവസത്തിലുള്ള ആൾക്കാരുടെ ഇട്ടിരുന്ന വേസ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ്. അവരൊക്കെ ഓരോ ആൾക്കാർ അതൊക്കെ ക്ലീൻ ചെയ്ത് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഈവനിങ് ടൈമിൽ വരുമ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റ് ക്ലീൻ ആയിരിക്കും. ഷോപ്പൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവ് ആയിരിക്കും. പിന്നെ മറീന ബീച്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ഇത്തിരി ദൂരം കൂടിയ ഒരു ബീച്ചും കൂടിയാണ്. ഏതാണ്ട് 13 കിലോമീറ്ററോളം നമുക്ക് നടന്ന് അങ്ങ് അറ്റം വരെ പോകാൻ പറ്റുന്ന ഒരു ബീച്ചും കൂടിയാണ്. പക്ഷേ ഈ ബീച്ചിൽ നമുക്ക് സ്വിമ്മിങ്ങിന് അത്ര അലൗഡ് ആയിട്ടുള്ള ഒരു ബീച്ചല്ല. കാരണം ഇവിടുത്തെ സീയിൽ ആ ഒരു കറണ്ടൊക്കെ നല്ല ഒരു ഫോഴ്സുള്ള ഒരു കറണ്ടാണ്. അപ്പോൾ നമുക്ക് നീന്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമുക്ക് ഇവിടെയൊക്കെ നിന്ന് കാലൊക്കെ നനച്ച് അതിൻ്റെ സൺറൈസും സൺസെറ്റൊക്കെ നമുക്ക് ഇവിടെ കണ്ട് ആസ്വദിച്ച് നമുക്ക് പോകാവുന്നതാണ്. ഈവനിങ് ടൈമിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും സൺസെറ്റൊക്കെ കണ്ട് നമുക്ക് ഇവിടെ നിന്ന് സ്നാക്സും അങ്ങനത്തെ കാര്യങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് പോകാവുന്നതാണ്. നല്ല കിടിലം വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും ഇവിടെ വരുമ്പോഴത്തേക്കും. സമയം പോകുന്നത് അറിയില്ല. നമ്മൾ ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും കപ്പിൾസ് ആയിട്ടായാലും സോളോ ആയാൽ പോലും നല്ല രീതിയിൽ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ഈ രാവിലെ സമയമാകുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് കുറേ ഫിഷിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റിയിരുന്നു. അവിടെ നിന്ന് അവർ ബോട്ടൊക്കെ ഇവിടെ കരയ്ക്ക് കയറ്റി കുറേ മീനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതൊക്കെ നമുക്ക് രാവിലെ സമയത്ത് വന്നു കഴിയുമ്പോഴത്തേക്കും കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് അങ്ങ് ദൂരെ നമുക്ക് ചെന്നൈ ലൈറ്റ് ഹൗസ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. ഈ ലൈറ്റ് ഹൗസിൻ്റെ വീഡിയോസ് നമ്മൾ ചാനലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പം കാണാത്തവരാണെങ്കിൽ കയറി കാണാൻ ശ്രമിക്കുക. ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ നമുക്ക് ഈ റൗണ്ട് നമുക്ക് നടന്നു പോയി ഈ ചെന്നൈയിലുള്ള ഈ മറീന ബീച്ച് നമുക്ക് കണ്ട് ആസ്വദിക്കാവുന്നതാണ്. മൊത്തം 13 കിലോമീറ്ററോളം ഉണ്ട് നടക്കാനായിട്ട്. ഇതൊക്കെയാണ് നമ്മുടെ ചെന്നൈയിലുള്ള മറീന ബീച്ചിൻ്റെ അവിടുത്തെ പ്രധാന കാഴ്ചകൾ. എല്ലാവരും ഫാമിലിയായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ ചെന്നൈയിൽ വരികയാണെങ്കിൽ ചെന്നൈയിലുള്ള ഈ മറീന ബീച്ചും കൂടെ വിസിറ്റ് ചെയ്യാൻ നോക്കും. നല്ല കിടില സ്പോട്ടായിരിക്കും. ഈവനിങ് ടൈമിലൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് സൺസെറ്റൊക്കെ കണ്ട് ആസ്വദിച്ച് ഇരിക്കാനൊക്കെ നല്ലൊരു കിടില ഒരു പ്ലേസും കൂടിയാണ് നമ്മുടെ മറീന ബീച്ച്. പിന്നെ ഇവിടെ നമുക്ക് സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് നല്ല ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിടിലൻ സ്പോട്ടും കൂടെയാണ് ഈ മറീന ബീച്ച് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്കപ്പോൾ അടുത്ത വീഡിയോ കാണാം.